Hello everyone, welcome back. Let's continue with the uses of models. In the last session, we discussed the models of ability, possibility, and impossibility. Models of ability, models of possibility, and models of impossibility എന്നിവയാണ് ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. And let's continue with different other uses. So the next one is models of advice. Here let's have a look at how we use models to give advice using should, ought to, and had better. Okay, these are the model that is used to give advice: should, ought to, and had better. So let's discuss the examples using should, ought to, and had better. Here look at the first example for sentence: she should buy a gift at the mall. ഇവിടെ എന്താണ് അവൾക്ക് അവിടെ നിന്ന് വാങ്ങുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. ഓക്കെ, ഷീ ഷുഡ് ബൈ എ ഗിഫ്റ്റ് അറ്റ് ദി മോൾ. അതുപോലെ തന്നെ സെയിം മീനിങ് തന്നെയാണ് ഷീ ഓട്ട് ടു ബൈ എ ഗിഫ്റ്റ് അറ്റ് ദി മോൾ. ഓക്കെ, അത് പെട്ടെന്ന് ഗിഫ്റ്റ് വാങ്ങിയിട്ട് കൊടുക്കണമെങ്കിൽ ഇവിടുന്ന് പെട്ടെന്ന് വാങ്ങുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. ഓക്കെ, ഷീ ഹാഡ് ബെറ്റർ ബൈ എ ഗിഫ്റ്റ് അറ്റ് ദി മോൾ. ഓക്കെ, ഇവിടെയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഷീ ഹാഡ് ബെറ്റർ, അവൾക്ക് ഇവിടുന്ന് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, സോ ഹിയർ ഹാഡ് ബെറ്റർ ഈസ് കോൺട്രാക്റ്റഡ് ടു ഷീ ഹാഡ് ബെറ്റർ. ഓക്കെ, ഹാഡ് ബെറ്ററിൻ്റെ കോൺട്രാക്റ്റഡ് ഫോമാണ് ഷീ ഹാഡ് ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അപ്പോസ്ട്രോഫി ആൻഡ് ഡി. ഓക്കെ, സോ ഷീ ഷുഡ് ബൈ ആൻഡ് ഷീ ഓട്ട് ടു ബൈ ആൻഡ് ഷീ ഹാഡ് ബെറ്റർ ബൈ, ഇതൊക്കെ മോഡൽസ് ഓഫ് അഡ്വൈസ് ആണ്. ഓക്കെ, എല്ലാത്തിനും സെയിം മീനിങ് തന്നെയാണ് വരുന്നത്, ബട്ട് ദർ ആർ സിറ്റുവേഷൻസ് അനുസരിച്ച് ദർ ആർ ഡിഫറൻസസ്. ഓക്കെ, സോ ഹിയർ ഷുഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യൂസ്ഡ് മോർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഷുഡാണ്. ആൻഡ് ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ എനി സിറ്റുവേഷൻ. അതായത് ഷുഡ് എന്നുള്ളത് ഏത് സിറ്റുവേഷനിലും ആസ്ക് ചെയ്യാൻ പറ്റിയതാണ്. ഫോർ എക്സാമ്പിൾ ഫോർമൽ ആയാലും ഇൻഫോർമൽ ആയാലും ഒക്കെ പറയുന്നത് ബോത്ത് കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്നതാണ് ഷുഡ്. ഓക്കെ, ദെൻ ഇൻ ദ കേസ് ഓഫ് ought to is more informal ആണ്. ought to ഇൻഫോർമൽ കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ഇൻ കോൺവെർസേഷൻസ്. പക്ഷേ എന്താണ്, അക്കാഡമിക് റൈറ്റിങ്ങിലും പ്രൊഫഷണൽ റൈറ്റിങ്ങിലൊന്നും ought to യൂസ് ചെയ്യാറില്ല. ഓക്കെ, ബട്ട് ഷുഡ് ഈസ് യൂസ്ഡ് ബോത്ത് ഫോർമലി ആൻഡ് ഇൻഫോർമലി. ആൻഡ് അബൌട്ട് ഹാഡ് ബെറ്റർ എന്നുള്ളത് ഇറ്റ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് ഓഫ് ദീസ് ത്രീ അഡ്വൈസ് മോഡൽസ്. ഈ മൂന്നിലും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളത് ഹാഡ് ബെറ്റർ ആണ്. ഓക്കെ, ഹാഡ് ബെറ്റർ ഈസ് മോർ സ്ട്രോങ്ങസ്റ്റ്. ഓക്കെ, ആക്ച്വലി എന്താണ് ഈ ഹാഡ് ബെറ്ററിൻ്റെ ഈ ഒരു എക്സ്പ്രഷൻ, ആ അഡ്വൈസ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, ദർ ഈസ് സംതിങ് ഡേഞ്ചർ കമ്മിങ് ടു ഹാപ്പൻ എന്നുള്ളതാണ്. ഓക്കെ, ആക്ച്വലി എ സെൻസ് ഓഫ് ഡേഞ്ചർ, അതായത് സംതിങ് ബാഡ് വിൽ ഹാപ്പൻ ഇഫ് യു ഡോണ്ട് ഫോളോ ദിസ് അഡ്വൈസ് എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി മോർ സ്ട്രോങ്ങസ്റ്റ് എമംഗ് ദീസ് ത്രീ. ഓക്കെ, ആൻഡ് അതായത് ഷീ ഹാഡ് ബെറ്റർ ബൈ എ ഗിഫ്റ്റ് അറ്റ് ദി മോൾ. അപ്പോൾ അതിൽ ഒരു ഇൻറ്റൻറ്റഡ് മീനിങ് ഉണ്ട്. മേ ബി ദ മാൾ വിൽ ക്ലോസ് സൂൺ, പെട്ടെന്ന് ക്ലോസ് ചെയ്യും. സോ പെട്ടെന്ന് കിട്ടണമെങ്കിൽ, ഈ സമയത്ത് കിട്ടണമെങ്കിൽ യു ഹാഡ് ബെറ്റർ ബൈ എ ഗിഫ്റ്റ് അറ്റ് ദി മോൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ പറയാറുണ്ട്, യു ഹാഡ് ബെറ്റർ ടേക്ക് എൻ അംബ്രല്ല, ഇറ്റ് മേ റെയിൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, സോ യു ഹാഡ് ബെറ്റർ that is used to give advice. That should, ought to, and had better are used to give advice, and in which more stronger is had better. Okay, and about the structure of the sentence here, first subject എന്നാണ് വരുന്നത് she, then should എന്നുള്ള മോഡൽ വരുന്നു, then by is the base form of the verb. വേർബിൻ്റെ ബേസ് ഫോമാണ് ഇതിലൊക്കെ വരുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ മോഡൽസിൻ്റെ എക്സാമ്പിൾസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ബേസ് ഫോമാണ് മോഡലിന് ശേഷം വരിക. അതേപോലെ തന്നെയാണ് ഹിയർ സബ്ജക്റ്റ്, മോഡൽ ആൻഡ് ബേസ് ഫോം. അതേപോലെ തന്നെയാണ് സബ്ജക്റ്റ്, ഹാഡ് ബെറ്റർ എന്നുള്ളത് മോഡലാണ്, ബൈ ഈസ് ദ ബേസ് ഫോം ഓഫ് ദി വേർബ്. Now let's discuss the models of advice in their negative form. That means we just add not with the model. മോഡലിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നെഗറ്റീവ് മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദി എക്സാമ്പിൾ. ഷുഡ് പ്ലസ് നോട്ട്, ദിസ് ഈസ് ദ സ്ട്രക്ചർ. ഷുഡ് അതായത് മോഡലിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുന്നു, ദെൻ ബേസ് ഫോം ഓഫ് ദി വേർബ്. ഓക്കെ, ഷുഡ് പ്ലസ് നോട്ട് പ്ലസ് വേർബ് ആണ് വരുന്നത്. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് ought to is not generally
used in the negative form. Negative not ഓട്ടുൻ്റെ കൂടെ ഇംഗ്ലീഷിൽ ജനറലി ആഡ് ചെയ്യാറില്ല. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. ആൻഡ് but had better, that is the strongest, remember. And had better not plus verb. Had better ആണ് model. Okay, അതിൻ്റെ കൂടെ not add ചെയ്യുന്നു, then base form of the verb. This is the structure we followed when we change this into negative. So look at the example. She should not spend too much time at the mall. Here she should not. Then she had better not spend too much time at the mall. Had better not. Okay, this is the negative form. Should ൻ്റെ കൂടെ not add ചെയ്യുന്നു, then base form. Should എന്നുള്ളത് മോഡലാണ്, not add ചെയ്തു, then spent is the base form of the verb. അതുപോലെ had better is the model, then add not, then base form of the verb. Okay, this is how we change it into negative. അപ്പോൾ അത് നെഗറ്റീവ് മീനിങ് ആണ് വരുന്നത്. She should not spend too much time at the mall. മോൾ അധികം സമയം ചിലവഴിക്കരുത്. ഓക്കെ, ആൻഡ് she had better not spend. സമയം ചിലവഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, so this is how we change into negative. So this is about models of advice. Now let's discuss the models of preference. ഇവിടെ പ്രിഫറൻസ് ആണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് അവർ ചോയ്സ് ആണ്. ഓക്കെ, വാട്ട് വി പ്രിഫർ അല്ലെങ്കിൽ വാട്ട് ഐ പ്രിഫർ എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് യൂസിങ് ദ മോഡൽ വുഡ് റാദർ ആണ് ഇത് എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മോഡൽ. ഓക്കെ, ഈ മോഡൽ യൂസ് ചെയ്യാതെ തന്നെ എന്താണ് നമ്മൾ പ്രിഫറൻസ് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ലൈക്ക് ഐ പ്രിഫർ ഡ്രൈവിംഗ് ടു സ്വിമ്മിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതവിടെ സ്വിമ്മിങ്ങിനേക്കാളും ഡ്രൈവിംഗ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് പറയാം. അല്ലെങ്കിൽ എന്താണ് ലൈക്ക് വെച്ചിട്ട് പറയാം, ഐ ലൈക്ക് ഐസ്ക്രീം ദാൻ മോർ ദാൻ ചോക്ലേറ്റ്, അങ്ങനെ പറയാം. ഐ ലൈക്ക് ഐസ്ക്രീം മോർ ദാൻ ചോക്ലേറ്റ്. അവിടെ എന്താണ്, അപ്പോൾ ലൈക്ക് വരുന്ന സമയത്ത് ദാൻ അപ്പുറം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു വേർബ് ആണെങ്കിൽ ഐ പ്രിഫർ പ്ലേയിങ് ടു ഡ്രൈവിംഗ്. ഓക്കെ, ആ രീതിയിൽ വരാറുണ്ട്. പക്ഷേ ഇവിടെ മോഡൽസ് യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രിഫറൻസ് ആണ് പറയുന്നത്. ആൻഡ് വുഡ് റാദർ ഈസ് യൂസ്ഡ് ടു ഗിവ് പ്രിഫറൻസ്. സോ ദ സ്ട്രക്ചർ ഓഫ് ദി സെൻറ്റൻസ് ഈസ് വുഡ് റാദർ പ്ലസ് ബേസ് ഫോം ഓഫ് ദി വേർബ്. അതായത് വുഡ് റാദർ ആണ് മോഡൽ, അതിൻ്റെ ബേസ് ഫോം ഓഫ് ദി വേർബ് ആണ് അതിൻ്റെ കൂടെ വരുന്നത്. ഓക്കെ, ആസ് വി നോ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി എക്സാമ്പിൾ. ഐ വുഡ് റാദർ പ്ലേ ഇൻ ദ സ്നോ. ഇവിടെ എന്താണ്, ഐ വുഡ് റാദർ പ്ലേ. വുഡ് റാദർ ഇതാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഐ വുഡ് റാദർ പ്ലേ ഇൻ ദ സ്നോ. സോ വുഡ് റാദർ പ്ലസ് പ്ലേ ഈസ് ദ ബേസ് ഫോം ഓഫ് ദി വേർബ്. ഐ വുഡ് റാദർ പ്ലേ ഇൻ ദ സ്നോ. ദെൻ ഐ വുഡ് റാദർ ഗോ ടു ഹവായ് ദാൻ ടോക്കിയോ. ഓക്കെ, ഇവിടെ ഐ വുഡ് റാദറിൻ്റെ കോൺട്രാക്റ്റഡ് ഫോമാണ് എന്താണ്, അപ്പോസ്ട്രോഫി ആൻഡ് ടി വരുന്നത്. ഓക്കെ, ഐ വുഡ് റാദർ ഗോ ടു ഹവായ് ദാൻ ടോക്കിയോ. അതായത് ഇവിടെ ദാൻ യൂസ് ചെയ്തത് എന്താണ്, ഇവിടെ ഒരു കമ്പാരിസൺ വന്നതുകൊണ്ടാണ്. അതായത് രണ്ട് ഓപ്ഷൻസ് കമ്പയർ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ദാൻ വരുന്നു. ഓക്കെ, നേരത്തെ പറഞ്ഞാൽ ദാൻ ഇല്ല. അപ്പോൾ എന്താണ്, ഐ വുഡ് റാദർ പ്ലേ ഇൻ ദ സ്നോ എന്ന് മാത്രമാണ് പറയുന്നത്. ഓക്കെ, സോ ഇഫ് ദർ ഈസ് കമ്പാരിസൺ, രണ്ട് കമ്പാരിസൺ വരികയാണെങ്കിൽ, അതായത് ഇവിടെ ഹവായ് ആൻഡ് ടോക്കിയോ രണ്ട് പ്ലേസിനെ കമ്പയർ ചെയ്യുന്നുണ്ട്, രണ്ട് ഓപ്ഷൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ദാൻ യൂസ് ചെയ്യുന്നു. ഐ വുഡ് റാദർ ഗോ ടു ഹവായ് ദാൻ ടോക്കിയോ. ടോക്കിയോനേക്കാളും ഞാൻ ഹവായ് ആണ് പ്രിഫർ ചെയ്യുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, ഐ വുഡ് റാദർ ഗോ ടു ഹവായ് ദാൻ ടോക്കിയോ. സോ വെൻ വി ചേഞ്ച് ദിസ് ഇൻ ടു ക്വസ്റ്റ്യൻ ഫോം, അതായത് വുഡ് റാദർ വെച്ചിട്ട് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ആദ്യം ഇവിടെ വരുന്നത് സ്ട്രക്ചർ എന്ന് പറയുന്നത് വുഡ് ആണ്, ദെൻ ദ കം സബ്ജക്റ്റ്, then rather. അത് വുഡ് റാദറിൻ്റെ ഇടയിലായിട്ടാണ് സബ്ജക്റ്റ് വരുന്നത്. ഓക്കെ, ദെൻ ദ ബേസ് ഫോം ഓഫ് ദി വേർബ്. വുഡ് യു റാദർ ഗോ ടു ടോക്കിയോ ഓർ ഹവായ് എന്നാണ് ചോദിക്കുന്നത്. വുഡ് യു റാദർ ഗോ ടു ടോക്കിയോ ഓർ ഹവായ്. സോ അതിൻ്റെ ആൻസർ നേരത്തെ പറഞ്ഞതാണ്. ഐ വുഡ് റാദർ ഗോ ടു ഹവായ് ദാൻ ടോക്കിയോ. ഓക്കെ, ഐ വുഡ് റാദർ ഗോ ടു ഹവായ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ വുഡ് യു ആണ് സബ്ജക്റ്റ്. അത് ഏത് സബ്ജക്റ്റ് അതിനനുസരിച്ച് മാറ്റാം. വുഡ് ഷീ ഓർ വുഡ് ഹി എന്നൊക്കെ ആക്കി മാറ്റാവുന്നതാണ്. ഓക്കെ, സോ വുഡ് യു റാദർ ഗോ ടു ടോക്കിയോ ഓർ ഹവായ്. അപ്പോൾ ദിസ് ഈസ് ഹൗ വി മേക്ക് ക്വസ്റ്റ്യൻസ് യൂസിങ് പ്രിഫറൻസ് മോഡൽ വുഡ് റാദർ. ഓക്കെ, വുഡ് ആദ്യം വരുന്നു, ദെൻ സബ്ജക്റ്റ്, ദെൻ റാദർ, ദെൻ ദ ബേസ് ഫോം ഓഫ് ദി വേർബ്. വുഡ് യു റാദർ ഗോ ടു ടോക്കിയോ ഓർ ഹവായ്. ആൻഡ് ആൻസർ വുഡ് ബി ഐ വുഡ് റാദർ ഗോ ടു ഹവായ് ദാൻ ടോക്കിയോ. Then when we change this into negative ആക്കുന്ന സമയത്ത് എങ്ങനെ വരുന്നുള്ളതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഐ വുഡ് റാദർ ട്രാവൽ വിത്ത് മൈ ഫ്രണ്ട്സ് ദാൻ ട്രാവൽ അലോൺ. നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണ്. വുഡ് റാദർ ഈസ് യൂസ്ഡ്, ദാറ്റ് ഈസ് ഹിസ് പ്രിഫറൻസ്. ഐ വുഡ് റാദർ ട്രാവൽ വിത്ത് ഫ്രണ്ട്സ് ദാൻ ട്രാവൽ അലോൺ. ഓക്കെ, സോ
when we change this sentence into നെഗറ്റീവ് ആക്കുന്ന സമയത്ത് വരുന്നതാണ് ഇത്. ഐ വുഡ് റാദർ നോട്ട് ട്രാവൽ അലോൺ. ഓക്കെ, അതായത് മോളിൽ പറഞ്ഞ സെൻറ്റൻസിൻ്റെ മീനിങ് ഇതാണ്. ഐ വുഡ് റാദർ നോട്ട് ട്രാവൽ അലോൺ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഹി പ്രിഫേഴ്സ് ട്രാവലിംഗ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ വുഡ് റാദർ ട്രാവൽ വിത്ത് മൈ ഫ്രണ്ട്സ്, അതായത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ദാൻ ട്രാവൽ അലോൺ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനേക്കാൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് ആണ് ഇവിടെ വരുന്നത്. ഐ വുഡ് റാദർ നോട്ട് ട്രാവൽ അലോൺ, ഇവിടെ നോട്ട് ആഡ് ചെയ്തിട്ട് നെഗറ്റീവിലേക്കാണ്. സോ വുഡ് റാദർ പ്ലസ് നോട്ട് ദെൻ ബേസ്, അതായത് വുഡ് റാദർ ആണ് അവിടെ മോഡൽ വരുന്നത്. ദെൻ വി ജസ്റ്റ് ആഡ് നോട്ട്, മോഡലിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്താൽ അത് നെഗറ്റീവിലേക്ക് മാറുന്നു. വുഡ് റാദർ നോട്ട് ട്രാവൽ ഈസ് ദി ബേസ് ഫോം ഓഫ് ദി വേർബ്. അപ്പോൾ നേരത്തെ മുകളിൽ പറഞ്ഞ സെൻറ്റൻസിൻ്റെ നെഗറ്റീവ്, അതായത് അതിൻ്റെ നെഗറ്റീവ് മീനിങ് ആണ് ഇവിടെ പറയുന്നത്. ഐ വുഡ് റാദർ നോട്ട് ട്രാവൽ അലോൺ, ഇവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്യാനാണ് ഇഷ്ടം. സോ ഐ വുഡ് റാദർ നോട്ട് ട്രാവൽ അലോൺ, ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് യൂസ്ഡ് ഇൻ നെഗറ്റീവ് ഫോം. അപ്പോൾ ഈ പ്രിഫറൻസ് നെഗറ്റീവ് ഫോമിൽ യൂസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ആഡ് നോട്ട് പ്ലസ് വുഡ് റാദർ. ഓക്കെ, ദിസ് ഈസ് ഹൗ വി ചേഞ്ച് ഇറ്റ് ഇൻ ടു നെഗറ്റീവ് ഫോം. So that's all about models of preference. I hope all of you followed me. So this is how we express preference using the model would rather. And the last part of the model is questions with models. Here we can discuss how to make questions using models and phrasal models. മോഡൽസും ഫ്രേസൽ മോഡൽസും വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വിത്ത് മോഡൽസ്. പ്യുവർ മോഡൽസ് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ളതാണ് നോക്കുന്നത്. സോ ദ സെൻറ്റൻസ് സ്ട്രക്ചർ ഈസ് മോഡൽ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വേർബ്. ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് മോഡലാണ് ആദ്യം വരുന്നത്. ഓക്കെ, അതായത് എന്താണ് പ്ലെയിൻ സ്റ്റേറ്റ്മെൻറ്റ് ആവുന്ന സമയത്ത് സബ്ജക്റ്റ് പ്ലസ് മോഡലാണ് വരിക. ഓക്കെ, അതായത് ഹിയർ could you come early to my party? Could you come early to my party? This is a question using the model. Okay, the could യൂസ് ചെയ്ത്. സോ കുഡ് കം ഫസ്റ്റ്, അതായത് മോഡലാണ് ആദ്യം വരുന്നത്. ദെൻ കംസ് ദ സബ്ജക്റ്റ് യു, നേരത്തെ പറഞ്ഞ ഈ സബ്ജക്റ്റ് ആണ് ഇവിടെ യു. ദെൻ മെയിൻ വേർബ്, അതായത് മെയിൻ ബേസ് ഫോം ഓഫ് ദി വേർബ് ആണ് ഇവിടെ വരുന്നത്, അതായത് കം. ഓക്കെ, കുഡ് യു കം ഏർലി ടു മൈ പാർട്ടി, ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആദ്യം മോഡൽ വരുന്നു, ദെൻ സബ്ജക്റ്റ്, ദെൻ മെയിൻ വേർബിൻ്റെ ബേസ് ഫോം ആണ് വരുന്നത്. ഓക്കെ, ദെൻ ആൻഡ് ലുക്ക് അറ്റ് ദി സെക്കൻഡ് എക്സാമ്പിൾ. ഷുഡ് വി പ്രാക്ടീസ്, അത് ഡാൻസ് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചോദിക്കണം ഷുഡ് വി പ്രാക്ടീസ്. അപ്പോൾ ഷുഡാണ് വരുന്നത്, എന്താണ് മോഡലാണ്. ദെൻ വി ഈസ് ദി സബ്ജക്റ്റ് ആൻഡ് പ്രാക്ടീസ് ഈസ് ദ ബേസ് ഫോം ഓഫ് ദി വേർബ്. ഷുഡ് വി പ്രാക്ടീസ്. ഓക്കെ, ഷുഡ് വി പ്രാക്ടീസ്. ഇനി തേർഡ് സെൻറ്റൻസ് നോക്കുന്ന സമയത്ത് വെൻ ഷുഡ് വി പ്രാക്ടീസ്, അതായത് ഇതിൻ്റെ മോർ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ വി ക്യാൻ ആഡ് WH ക്വസ്റ്റ്യൻ, അതായത് വെൻ ഷുഡ് ബി പ്രാക്ടീസ്, അതായത് ഷുഡിൻ്റെ ജസ്റ്റ് മുന്നിൽ WH ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്താൽ മതി. വെൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹൗ, ഷുഡ് ബി പ്രാക്ടീസ് അല്ലെങ്കിൽ ഹൗ ഷുഡ് ബി പ്രാക്ടീസ്. ഓക്കെ, അതായത് WH ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ മോഡലിൻ്റെ അതായത് ഷുഡിൻ്റെ മുന്നിൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ വെൻ ഷുഡ് ബി പ്രാക്ടീസ്. ഓക്കെ, ദിസ് ഈസ് ഹൗ മേക്ക് ക്വസ്റ്റ്യൻസ് വിത്ത് മോഡൽസ്, അതായത് പ്യുവർ മോഡൽസ് ആയിട്ടുള്ള കുഡ് ഷുഡൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, now let's discuss how to make questions with phrasal models. Phrasal models എന്താണെന്നുള്ളത് ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഹാവ് ടു, ബി ഏബിൾ ടു, അത് ടു ഫോളോ ചെയ്ത് വരുന്നതൊക്കെയാണ് ഫ്രേസൽ മോഡൽസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് ഫ്രേസൽ മോഡൽ ദാറ്റ് ഈസ് ഹാവ് ടു വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ആൻഡ് ദ സെൻറ്റൻസ് സ്ട്രക്ചർ ഈസ് ഡു ഓർ ഡസ് ഓർ ഡിഡ്. ഇതാണ് ഡു, ഡസ് ഓർ ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് have to plus main verb. This is the structure. അതായത് ഡു ഡസ് ഡിഡ്, അതായത് സബ്ജക്റ്റിനനുസരിച്ച് ഡു ഡസ്സും പിന്നെ പാസ്റ്റ് ആകുന്ന സമയത്ത് ഡിഡ് ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സബ്ജക്റ്റ് ഫോളോഡ് ബൈ ഹാവ് ടു ദെൻ മെയിൻ വേർബ്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. സോ ലുക്ക് അറ്റ് ദി എക്സാമ്പിൾ. ഡു ഐ ഹാവ് ടു ഡാൻസ്. സോ ഡു, ഐ ആയതുകൊണ്ട് ഡു, ദെൻ സബ്ജക്റ്റ് ഏതാണ് ഐ, ദെൻ ഹാവ് ടു, നേരത്തെ പറഞ്ഞ ഹാവ് ടു ആണ് എന്ത് ഫ്രേസൽ മോഡൽ, അത് അതേപോലെ വരുന്നു. ദെൻ ഡാൻസ്, അതായത് മെയിൻ വേർബ്, അതായത് ബേസ് ഫോം ഓഫ് ദി വേർബ്. ഡു ഐ ഹാവ് ടു ഡാൻസ്. ഓക്കെ,
ഡസ് ഷീ ഹാസ് ടു ഡാൻസ്. അതായത് ഫ്രേസൽ മോഡൽ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റിനനുസരിച്ച് ഇതിൽ മാറ്റം വരുന്നത്. ഹാവ് ടു എന്നുള്ളത് ഹാസ് ടു ആവും എന്നൊക്കെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ ഡു ഐ ഹാവ് ടു ഡാൻസ്, ഡസ് ഷീ ഹാസ് ടു ഡാൻസ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്നത്. ആൻഡ് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വിത്ത് ദ ഫ്രേസൽ മോഡൽ ബി ഏബിൾ ടു. ബി ഏബിൾ ടു ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രേസൽ മോഡലാണ് ബി ഏബിൾ ടു. ഓക്കെ, സോ ഹിയർ ഫസ്റ്റ് കംസ് ബി. ബി ആണ് ആദ്യം വരുന്നത്, ദെൻ സബ്ജക്റ്റ്, ദെൻ ഏബിൾ ടു. ആ ബി ഏബിൾ ടുവിൻ്റെ ബി ആദ്യം വരും, പിന്നെ സബ്ജക്റ്റിന് ശേഷമാണ് ഏബിൾ ടു വരുന്നത്. ആൻഡ് ദെൻ മെയിൻ വെർബ്, അതായത് ബേസ് ഫോം ഓഫ് ദി വെർബ്. സോ ലുക്ക് അറ്റ് ദി എക്സാമ്പിൾ. ആർ യു ഏബിൾ ടു കം? ഇവിടെ എന്താണ്? ആർ ബീൻ്റെ ഫോമാണ്. ഓക്കെ, യു ഇസ് ദ സബ്ജക്റ്റ്, ഏബിൾ ടു നേരത്തെ പറഞ്ഞ ഏബിൾ ടു ഫ്രേസൽ മോഡലിൻ്റെ ഏബിൾ ടു ആണ് അവിടെ വരുന്നത്. ദെൻ കം ഇസ് ദി ബേസ് ഫോം ഓഫ് ദി verb. Okay, so are you able to come? Then is he able to come? അതായത് ഹി ആയതുകൊണ്ട് ഇവിടെ എന്താണ്? ഈസ് ആയിട്ട് മാറും. ഓക്കെ, ഈസ് ഹി ഏബിൾ ടു കം. അതായത് ഫ്രേസൽ മോഡൽ ആകുമ്പോൾ എന്താണ്? സെൻറ്റൻസിനനുസരിച്ച്, അതായത് സബ്ജക്റ്റിനനുസരിച്ച് ദർ ഇസ് ചേഞ്ച് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അത് മോർ ഇൻഫർമേഷൻ ആഡ് ചെയ്യണമെങ്കിൽ എന്താണ്? വി ക്യാൻ യൂസ് WH ക്വസ്റ്റ്യൻസ് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് അതായത് വെൻ ആർ യു ഏബിൾ ടു കം, ഹൗ ആർ യു ഏബിൾ ടു കം എന്നുള്ള രീതിയിൽ നമുക്ക് WH ക്വസ്റ്റ്യൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഈ ബീൻ്റെ മുന്നേ ആയിട്ട് ഈ WH ക്വസ്റ്റ്യൻ അതിൽ ക്വസ്റ്റ്യൻ വേർഡ് അതിൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അതായത് വെൻ ആർ യു ഏബിൾ ടു കം, ആർ യു ഏബിൾ ടു കം എന്നുള്ളതിൻ്റെ മുന്നേ വെൻ ആർ യു ഏബിൾ ടു കം. ദിസ് ഈസ് ഹൗ വി മേക്ക് ക്വസ്റ്റ്യൻസ് യൂസിങ് ഫ്രേസൽ models. Okay, so that's all about models. Models means model auxiliaries or model helping verbs. And we discussed different uses of models and different uses discuss ചെയ്തു. അതായത് models of ability, models of possibility, models of impossibility, then models of advice discuss ചെയ്തു. അതുപോലെ തന്നെ models of preference, then how to make questions with models. Okay, ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. And I hope all of you followed me. And that's all about this session, models. And let me wind it up. Thank you very much for watching. Thank you.